വത്സൻ തില്ലങ്കേരി ഭയങ്കര വർഗീയവാദിയാണെന്നൊക്കെ പലരും പറയും. പല പ്രശ്നങ്ങളാണ് കേട്ടിരിക്കുന്നത്. ആയിരിക്കും, എനിക്കറിയില്ല, എനിക്കങ്ങനെ അഭിപ്രായമില്ല. പക്ഷെ ഇപ്പം മരിച്ച സമയത്ത് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു വിനീതില്ല, ആർട്ടിസ്റ്റ് നടന് വിനീതിൻ്റെ ഫോൺ വന്നപ്പോൾ കൊണ്ടു തന്നു. ഞാനിപ്പോൾ എൻ്റെ ഫോണൊന്നും നോക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നുമല്ലല്ലോ. അപ്പോൾ വീട്ടിൻ്റെ കൊലാലിൽ ഇരുന്ന് നോക്കിയിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ വാട്സപ്പിൽ കുറേ മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതിലൊരു മെസ്സേജ് വത്സൻ തില്ലങ്കേരി എന്നുണ്ടപ്പോൾ ഞാനത് ഓണാക്കി വാട്സപ്പിൽ. അപ്പോൾ അതിൽ ഇപ്പം 24 അറ്റാക്കായി, 25 26 മരിച്ച്. അപ്പോൾ 25 വന്ന മെസ്സേജാണ്. പിന്നെ ഇപ്പോൾ ബോധമില്ലേ കിടക്കല്ലേ, പിന്നെ നോക്കാൻ ആ ഒരു സിറ്റുവേഷനൊന്നുമില്ല, സാഹചര്യമില്ല. അപ്പോൾ അതിൽ എഴുതിയത് ഇങ്ങനെ, മാമുക്ക പേടിക്കരുത്, ഭയപ്പെടരുത്, അമ്മയും കുട്ടികളും വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷപ്പെട്ട് തിരിച്ചു വരും. ഇനി നമുക്ക് സിനിമയിൽ അഭിനയിക്കണം, നമുക്ക് ഇനി മാമുക്കാനെ കാണണം, എല്ലാവർക്കും കാണണം, തിരിച്ചു വരും കേട്ടോ, ഭയപ്പെടണ്ട, എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന്. ആര്? വത്സൻ തില്ലങ്കേരി മുസ്ലിം അതിൻ്റെ വാപ്പക്ക്. അപ്പോൾ വർഗീയതല്ല, അത് രാഷ്ട്രീയ വർഗീയത. അതൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹം. ആർക്കും അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഒളിച്ചു മുസ്ലിങ്ങൾ ഓടിക്കണമെന്ന് ഹിന്ദുക്കൾ ഓടിക്കണമെന്ന് ആർക്കും ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കളിക്കുന്ന ഒരു തല്ലിപ്പള്ളി രാഷ്ട്രീയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനൊക്കെ പെരുമാറാൻ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, വൺ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നടൻ മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയാണ് വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വത്സൻ തില്ലങ്കേരി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. മാമുക്കോയ ഹോസ്പിറ്റലൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ അന്ന് വലിയ വാർത്തയായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദിവസങ്ങളിലാണ് വത്സൻ തില്ലങ്കേരി മാമുക്കോയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നത്. പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഉൾപ്പെടെ എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരും, ഇനിയും ഞങ്ങൾക്ക് നിങ്ങളെ സിനിമയിലൂടെ കാണണം. നിസാർ മാമുക്കോ ഇങ്ങനെ എടുത്തു പറയാ. മുസ്ലിമായ എൻ്റെ പിതാവിന് വത്സൻ തില്ലങ്കേരി ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. ആർക്കും ഇവിടെ വർഗീയതയില്ല, വ്യക്തമായിട്ട് എടുത്തു പറയാ. ഇതിന് ആദ്യമേ തന്നെ ബോധമുള്ള സകല മലയാളികളും നിസാർ മാമുക്കോയ്ക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരണം. അദ്ദേഹത്തിന് ഇത് തുറന്നു പറയേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ ലാഭമോ അങ്ങനെ ഒന്നും തന്നെ കിട്ടാനും പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മിക്കവാറും അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ തെറി വിളിക്കാനാണ് സാധ്യതകളുള്ളത്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ വർത്തമാന കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ച് മിക്കവാറും അദ്ദേഹത്തിന് തോന്നിയത് പറയാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ബോധമുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിനോട് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക തന്നെ ചെയ്യണം. മറ്റൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടോ, ഈ രാഷ്ട്രീയ കളികളാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിനിവിടെ ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. നമുക്കറിയാം, ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് ഒരു വൻമരമായിട്ട് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാ ഇവിടെ മൗദൂദികളും ജിഹാദികളും സുഡാപ്പികളൊക്കെ മാളത്തിൽ ഒളിച്ചു നിൽക്കുന്നത്. അവർക്ക് ഭയമുള്ളത് കൊണ്ട് തന്നെയാ ഇവിടെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഇല്ലാഞ്ഞിട്ടല്ല, അവരൊക്കെ തന്നെ ഭയന്നിട്ട് ഉള്ളിൽ നിൽക്കുക. നരേന്ദ്രമോദി സർക്കാരിനെ ഭയന്നിട്ട് തന്നെയാ അവരൊക്കെ ഉള്ളില് ഒതുങ്ങി നിൽക്കുന്നത്. ഇത്തരം വത്സൻ തില്ലങ്കേരിമാർ നമ്മുടെ കേരളത്തിൽ വളരെ വലിയ അത്യാവശ്യ. അതെല്ലാ മതങ്ങളിലുള്ള ആളുകൾക്കും നിർബന്ധ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനും സാധാരണ മുസ്ലിങ്ങൾക്കും വളരെ അത്യാവശ്യ. കാരണം എന്താ, ഇവിടെ ജിഹാദിസും തീവ്ര ചിന്താഗതിക്കാരും ഇത്തരം ആളുകൾ വളർന്നാൽ ഇവരിലേക്ക് ആരെയാണ് ആദ്യം അടുപ്പിക്കുക? ഈ സുഡാപ്പികളൊക്കെ ആരെയാണ് ആദ്യം വിളിച്ചു കൂട്ടിച്ചേർക്കുക? അത് സാധാരണ മുസ്ലിം കുടുംബങ്ങളിലെ യുവാക്കളെ തന്നെയാണ് ഇത്തരം സംഘടനകളിലേക്ക് വിളിച്ചു ചേർക്കുക. ക്യാഷുള്ള മുസ്ലിങ്ങളെ ഒഴിവാക്കും. സാധാരണ പാവപ്പെട്ട വീടുകളിലെ മുസ്ലിം കുടുംബങ്ങളിലെ യുവാക്കളെ തന്നെയാ ജിഹാദി ടൈപ്പ് സുഡാപ്പികളൊക്കെ തന്നെ മീറ്റിങ്ങിലൊക്കെ തന്നെ വിളിച്ചു കൂട്ടി ആളെ ചേർത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ടൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് ഉള്ളത് കൊണ്ടാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും സമാധാനം കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇവിടെ പറഞ്ഞല്ലോ രാഷ്ട്രീയ കളികളാണ് എന്നുള്ളത്. അതെ, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോൺഗ്രസും ഇടതുപക്ഷവും ഇവിടുത്തെ മൗദൂദികളും സുഡാപ്പികളും ജിഹാദികളും 2014 മുതൽ എന്താണ് ഇവിടെ പറയുന്നത്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പ്രചരണത്തിൽ നിരന്തരം പറഞ്ഞു, നരേന്ദ്രമോദി വന്നാൽ മുസ്ലിങ്ങൾ ഓടേണ്ടി വരുമെന്നുള്ളത് പോലും വാട്സാപ്പുകളിലൂടെ
സോഷ്യൽ മീഡിയകളിലൂടെ പരമാവധി പ്രചരിപ്പിച്ചു. അതൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തുന്നു. പിന്നീട് 2019 എന്തായിരുന്നു പറഞ്ഞത്? ഇതൊരു അവസാനത്തെ ചാൻസ് ആണ്, സകലതും ഇവിടെ കുളമാവാൻ പോവാണ്, സകല ആളുകളും ഓടേണ്ടി വരും. നിരന്തരം പ്രചരണം നടത്തി. അത് കേരളത്തിലേറെക്കുറെ വിജയിച്ചതുപോലെ കോൺഗ്രസ് വലിയ വിജയമൊക്കെ ഉണ്ടാക്കി. അതൊരു യാഥാർത്ഥ്യ. രാജ്യത്ത് എവിടെയും അത് ഏറ്റിട്ട് പോലുമില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് 2024 എത്തുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും ഈ പറയുന്ന കോൺഗ്രസിനും ഒരൊറ്റ മുദ്രാവാക്യമുള്ളൂ. ഇവിടെ ഫുള്ള് പ്രശ്നമാണോ? മുസ്ലിങ്ങൾ ഓടേണ്ടി വരുമോ? മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ? ഇതല്ലേ യഥാർത്ഥത്തിൽ പച്ചവർഗീയവാദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വന്ന് ഈ ഒരു സമയം വരെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് ഒരു പ്രശ്നമില്ല. ലോകത്ത് തന്നെ ഇതുപോലൊരു രാജ്യം മുസ്ലിങ്ങൾക്ക്, ഈ രാജ്യത്തെ സകല മതങ്ങൾക്കും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ്. തൊട്ടടുത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്കുന്ന ഒരു അവസ്ഥ നോക്കിയാൽ മതി. പാകിസ്ഥാൻ, സിറിയ, ഇറാൻ, ഇറാഖ്, സകല രാജ്യങ്ങളും കുട്ടിച്ചോറ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. സകലത്തിലും അവിടേക്കുള്ള മുസ്ലിങ്ങൾക്ക് പോലും സമാധാനമല്ല. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ലോകത്തിലെ തന്നെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഈ രാജ്യമാ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം. പിന്നെ ഇവിടെ മാധ്യമങ്ങൾക്ക് മറ്റൊരു ഇരട്ടത്താപ്പുണ്ട്, മറ്റൊരു ഊളത്തരമുണ്ട്, മറ്റൊരു അജണ്ടയുണ്ട്. അതായത് ഇവർ വാർത്ത കൊടുക്കുന്ന രീതി മുന്നോട്ട് വെക്കാം. RSSകാരൻ ഗവർണർ ആവാൻ പോകുന്നു, RSSകാരൻ അങ്ങനെ ആവാൻ പോകുന്നു, RSSകാരൻ ഇന്ന പദവിയിലേക്ക് വരാൻ പോകുന്നു. ഇവർക്കൊക്കെ RSS ആണ് രാജ്യം ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? അല്ല, ഒരിക്കലല്ല. സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തണം, അതിനുവേണ്ടി അവരിങ്ങനെ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു യാഥാർത്ഥ്യമുണ്ട്, RSS ആണ് രാജ്യം ഭരിക്കുന്നത്. അത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. പിന്നെ എന്തിനാ ഇവരിങ്ങനെ RSSന്റെ ആളാണ് ഗവർണർ ആവാൻ പോകുന്നത്? ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരിങ്ങനെ വാർത്ത സൃഷ്ടിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് നിസാർ മാമുക്കോയൊക്കെ രംഗത്തെത്തിയിട്ട് പരമ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. നമ്മളൊക്കെ ഇതൊക്കെയായി നമ്മളോടൊക്കെ തന്നെ ഒരുപാട് ആളുകൾ പല രീതിയിൽ RSS അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട RSSന്റെ നിലപാട് എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, RSS എന്ന് പറയുന്നത് രാജ്യ നിലപാടാണ്. അവർ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് ദേശസ്നേഹമാണ് അവർക്ക് മറ്റെന്തിനേക്കാൾ വലുത്. അല്ലാതെ ഒരു മതത്തിനും അവരെതിരല്ല, ഒരു സംവിധാനത്തിനും എതിരല്ല. രാജ്യത്തിനെതിരെ ആര് നിന്നോ അവർക്കെതിരെ മാത്രമേ RSS നിലകൊള്ളൂ. RSS ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യ. ഇതൊക്കെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയണം. ഇവിടെ പച്ചവർഗീയത നിരന്തരം വിളിച്ചു പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. ഇവരാണ് ഇവിടെ മൗദൂദികളെ, സുഡാപ്പികളെ, ജിഹാദികളെയൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. കാരണം എന്താ? അവർക്ക് ഈ പച്ചവർഗീയതയല്ലാതെ മറ്റൊരു തേങ്ങയും ഇത്രയും കാലമായിട്ട് സാധാരണക്കാരോട് പറയാനില്ല. ഇടതുപക്ഷാണ് കേരളം ഭരിക്കുന്നത്. 10-65 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച്, എന്നിട്ട് പോലും ഈ ഒരു സമയം വരെയായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ സാധാരണക്കാരോട് ഇവർക്ക് പറയാൻ സാധിച്ചോ? ഞങ്ങൾ ഭരിച്ചിട്ട് ഇന്നത് ചെയ്തോ, ഞങ്ങൾ ഭരിച്ചപ്പോയായിരുന്നു ഇന്ന ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ ഒരു സമയത്ത് പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവരെല്ലാ സമയങ്ങളിലും വിളിച്ചു പറയുന്നത് മോദി അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതായത് പച്ചവർഗീയവാദം പച്ചക്ക് വിളിച്ചു പറയുന്നത് ഇടതുപക്ഷവും ഇവിടെയുള്ള കോൺഗ്രസുമാണ്. അവരാണ് ഇവിടുത്തെ ജിഹാദിസത്തെ വളർത്തുന്നത് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിലെ സകല മതങ്ങളിലെയും സകല ജാതി മത സകല ആളുകളും മനസ്സിലാക്കുക, ഇവിടെ പച്ചവർഗീയത വിളിച്ചു പറഞ്ഞ് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നത് കോൺഗ്രസ് ഇടതുപക്ഷ, അല്ലാതെ RSSോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ അല്ല. അവർ ഈ രാജ്യസേവനം മാത്രമാണ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.